പ്രിയപ്പെട്ട സുഹൃത്തിനെ കണ്ട സന്തോഷത്തിലാണ് കൃഷ്ണപ്രസാദ് ഏട്ടൻ. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം എന്ത് തോന്നുന്നു എന്ന്. വളരെ സന്തോഷം തോന്നുന്നു. കാരണം ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്ര പെട്ടെന്ന് തന്നെ ആവുന്നുള്ള ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു. എങ്കിലും എന്താ പറയുക, നമുക്ക് ആദ്യം തന്നെ നമ്മൾ നന്ദി പറയേണ്ടത് സോണു TV യൂട്യൂബ് ചാനൽ നടത്തുന്ന സോണു എന്ന് പറയുന്നത്. കാരണം അവരാണ് മാതൃഭൂമിയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത്. മാതൃഭൂമിയിൽ ഒരു സ്റ്റാഫ് എന്നല്ല എല്ലാവരും ഞാൻ എന്താ പറയുക, എനിക്ക് അത്രയധികം നന്ദി അറിയിക്കുകയാണ് ഇദ്ദേഹത്തെ. ഞാനിങ്ങനെ കാരണം ഇത്രയും വർഷമായിട്ട് എനിക്ക് ഒരു ഉറക്കത്തിനൊരു സുഖം കിട്ടിയിരുന്നില്ല. അപ്പോൾ ഇന്നലെ ഞാനത് കൊടുത്തപ്പോൾ ഞാൻ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, പക്ഷെ ഇത്ര പെട്ടെന്നാവുന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ എന്താ പറയേണ്ടത്, ഭയങ്കര സന്തോഷമാണ് തോന്നുന്നത്. ഞാനും വൈഫും പിന്നെ മകളെ വിളിച്ച് പറഞ്ഞു. അവരെല്ലാവരും വീട്ടിന് ചുറ്റുപാടുള്ള ആൾക്കാരും എല്ലാം അറിഞ്ഞു. അവരെല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. ഇദ്ദേഹം വരുന്ന ദിവസം എന്തായാലും അറിയിക്കണം എന്നുള്ള ഒരു എല്ലാവരും എന്നോട് പറഞ്ഞു, എന്തായാലും അറിയിക്കണം വരുന്ന ദിവസം. പിന്നെ ആളുകൾക്കും അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടവർക്കും ഒക്കെ സന്തോഷമാകുന്ന തരത്തിൽ മാതൃഭൂമി ന്യൂസിന്റെ സ്ക്രീനിൽ ശ്രീ കണ്ണനെ നമുക്ക് കാണാം. ആഷ്ലി ഉണ്ട്, അദ്ദേഹത്തിനും കാണാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ശ്രീ കണ്ണൻ, ആഷ്ലി, അദ്ദേഹവുമായി സംസാരിക്കാം. ഏറെ കാലത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഇങ്ങനെയൊരു സുഹൃത്ത് തേടിയെത്തുന്നത്, പഴയ കഥകളൊക്കെ ഓർമ്മിച്ചുകൊണ്ട്. ഇക്കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ടായിരുന്നോ ഇദ്ദേഹവും ഈ ജീവിതകാലത്തിനിടയിൽ? ഇങ്ങനെ ഒരു സുഹൃത്ത് കാത്തിരിക്കുന്നു, കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന് തോന്നിയ വികാരം എന്താണ്? അദ്ദേഹവുമായി സംസാരിക്കൂ. രതീഷ, നമ്മൾ ചെയ്യുന്ന ഒരു വാർത്ത അത് ജനങ്ങളിലേക്ക് എത്തുന്നു, അത് ആളുകൾക്ക് ഉപകാരമുണ്ടാക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് കിട്ടുന്ന വലിയ സന്തോഷം എന്ന് പറയുന്നത്. ആ സന്തോഷമാണ് നമുക്കിപ്പോൾ എല്ലാവർക്കും ഉള്ളത്. നമ്മൾ രാവിലെ മുതൽ കൊടുത്തൊരു വാർത്ത, അതിൽ നമ്മൾ തേടി നടന്നിരുന്ന കണ്ണൻ ചേട്ടൻ, ആ ചേട്ടൻ ഇപ്പോൾ എൻ്റെ കൂടെ ഉണ്ട്. കണ്ണൻ ചേട്ടൻ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്, മൊബൈൽ ഫോണിൽ തന്നെ ലൈവായി ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചേട്ടനോട് തന്നെ നമുക്ക് വിശേഷങ്ങൾ ചോദിക്കാം. എന്താണ് ചേട്ടാ, അപ്പം ഈ സമയത്ത് എന്താണ് ഫീൽ ചെയ്യുന്നത്? എന്താണ് ആദ്യം ഇത് അറിഞ്ഞു? എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ഒത്തിരി ദിവസം അന്വേഷിച്ച് നടന്ന ഒരു കക്ഷിയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. ചേട്ടൻ ആദ്യം ഇപ്പം എങ്ങനെയാണ്, നമ്മൾ വാർത്ത കണ്ടിട്ട് ആരെങ്കിലും വിളിച്ച് പറഞ്ഞതാണോ അതോ? സുഹൃത്തിനെ വിളിച്ച് പറഞ്ഞതാണ്. TV-യിൽ ഇങ്ങനെ ന്യൂസ് ഓടുന്നുണ്ടെന്നും പറഞ്ഞ് വിളിച്ച് പറഞ്ഞതാണ്. ഞാൻ വെച്ച് നോക്കിയപ്പോഴത്തേക്ക് അത് കഴിഞ്ഞായിരുന്നു രാവിലെ. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇതേപോലെ ഒരിക്കൽ കൂടെ കാണിച്ചപ്പോൾ ഞാൻ കണ്ടായിരുന്നു. ചേട്ടനിപ്പം ഈ കാലയളവിൽ ഇതിപ്പോൾ വലിയൊരു നീണ്ട കാലയളവാണോ? 38-40 കൊല്ലമായി. അപ്പൊ ഈ 40 കൊല്ലത്തിനിടയിൽ ഈ കാര്യം എപ്പോഴെങ്കിലും ഓർത്ത് ഇരുന്നിട്ടുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് ഓർക്കാറുണ്ട്. വീട്ടിലെ നമ്പരോ അഡ്രസ്സോ ഒന്നും ഇല്ലാത്തത് കാരണം കോൺടാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞങ്ങളിങ്ങനെ ഒന്നിച്ച് വർക്ക് ചെയ്തവരുടെ എല്ലാ കാര്യം ഓർക്കാറുണ്ട്. ചേട്ടനും അപ്പം ഉറ്റ സുഹൃത്തായിരുന്നു? അതെ, ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്തതാ ഒരേ പ്രോജക്റ്റിൽ. അപ്പോൾ ഈ സുഹൃത്തിന് പെട്ടെന്ന് ഇങ്ങനെ ഒരു ആവശ്യം വന്നു, പണത്തിന്റെ ആവശ്യം വന്നപ്പോൾ എന്താണ് പെട്ടെന്ന് കയ്യിലിരുന്ന പൈസ കൊടുക്കാനായിട്ട് തോന്നിയത്? ഇല്ല, ഇവരെ തിരിച്ച് കയറ്റി അയക്കുക എന്നുള്ള എൻ്റെ ഒരു ഡ്യൂട്ടി ആയിരുന്നു. അങ്ങനെ ഞാൻ അത് ചെയ്തതാണ്. ഇത് വേറൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല ചെയ്തത്. വലിയ സഹായം. പക്ഷെ 40 വർഷത്തിന് ശേഷവും ഓർക്കുകയാണ്, പ്രിയപ്പെട്ട സുഹൃത്തിനെ കുറിച്ച് ആലോചിക്കുകയാണ്. ആ കാണണം, ഒരു കടം തീർക്കണം. 40 വർഷത്തോളമാകുന്നു. മുൻപ് കൈത്താങ്ങായി എത്തിയ സുഹൃത്തിനെ കണ്ടെത്തിയ വല്ലാത്തൊരു സന്തോഷമാണ് കോഴിക്കോട് സ്വദേശിയായ കൃഷ്ണപ്രസാദിന് നമുക്ക് കാണാൻ കഴിയുക. ഇന്ന് രാവിലെ വാർത്ത കൊടുത്തപ്പോൾ തന്നെ നയൻതാര നേരത്തെ പറഞ്ഞതുപോലെ ഈ വാർത്തയിലൂടെ ആ സുഹൃത്തിനെ കണ്ടെത്താൻ കഴിയുമെന്ന് വലിയ പ്രതീക്ഷയായിരുന്നു. ഇപ്പോൾ ഇരുവരെയും നമുക്ക് സ്ക്രീനിൽ കാണാം. പരസ്പരം രണ്ടുപേരും കാണുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പരസ്പരം സംസാരിക്കാമോ? നമസ്കാരം കണ്ണൻ സാർ. നമസ്കാരം. ഹലോ, നമസ്കാരം കണ്ണൻ സാർ. എന്തായാലും ഞാൻ ഇത്രയും പെട്ടെന്ന് കാണുന്ന പ്രതീക്ഷിച്ചില്ല. എങ്കിലും കണ്ടതിൽ വളരെയധികം സന്തോഷമാണ് തോന്നുന്നത്. അപ്പോൾ ആരോടെ നന്ദി പറയേണ്ടതെന്ന് എനിക്ക് അറിയുന്നില്ല. കാരണം പ്രത്യേകിച്ച് മാതൃഭൂമിയിൽ വർക്ക് ചെയ്ത എല്ലാവരോടും ഭയങ്കര നന്ദിയാണ് കാണിക്കുന്നത്. പിന്നെ ദൈവത്തിനോടും നമ്മൾ മറക്കാൻ പാടില്ല. ഇത്രയും നാൾ ഞാൻ ഒരുപാട് പ്രയാസപ്പെട്ടുകൊണ്ടാണ് ഇരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ കണ്ട സമയത്ത് നമുക്ക് എന്താ പറയേണ്ടത്, മനസ്സിൽ നിന്ന് ഭയങ്കര സന്തോഷമാണ് തോന്നുന്നത്. ഇപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങളെ കാണണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല ഞാൻ അങ്ങോട്ട് വരാമെന്ന്, പക്ഷേ നിങ്ങളത് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഇവിടേക്ക് വരുന്ന ദിവസം അറിയിക്കുക. ഫാമിലി കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ കൊണ്ടുവരാം, ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും എന്തായാലും നിങ്ങൾ വന്നേ പറ്റൂ. അത് വളരെ സന്തോഷം. കണ്ടതിൽ തന്നെ വളരെ സന്തോഷം. കാരണം ഇങ്ങനെ ഒരു വാർത്ത ഇവർ കൊടുത്ത് ഇത്രയും പെട്ടെന്ന് തന്നെ കാണാൻ പറ്റിയല്ലോ. അതിൽ എന്താ പറയുക, എല്ലാവരുടെ ഉള്ള കടപ്പാട് ഭയങ്കര കടപ്പാട്. അതിനേക്കാൾ സന്തോഷമാണ് എനിക്ക്. ഓക്കെ, ഞാൻ തീർച്ചയായിട്ടും വരാം, വന്ന് കാണാം. സന്തോഷം, എന്തായാലും സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എന്തായാലും നമുക്ക് അടുത്ത് തന്നെ നേരിട്ട് കാണാം. സന്തോഷം അറിയിക്കേണ്ട
അതെ അതെ, മാതൃഭൂമിയുടെ കേസിൽ ഒരുപാട് നന്ദിയുണ്ട് ഇങ്ങനെ ഒരാളിനെ കണ്ടുപിടിച്ച് തന്നതിന്. തീർച്ചയായും തീർച്ചയായും അത് ഹലോ. നമ്മളെ പോലെ തന്നെ അവരും എല്ലാവരും സന്തോഷിക്കുക. കാരണം ഇത്രയും വർഷമായിട്ട് നമ്മൾ അവർ ബന്ധം ഏർപ്പെടാതെ നിന്ന് ഞാൻ എല്ലാ ദിവസവും ആലോചിക്കാത്ത ദിവസങ്ങൾ ചുരുക്കുക. എന്തായാലും ഭയങ്കര സന്തോഷമാണ് മനസ്സിൽ തോന്നുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മൾ കാണാനുള്ള ഒരു സന്ദർഭം ഉണ്ടാക്കുക. ശ്രീ കൃഷ്ണപ്രസാദ്, താങ്കളുടെ ഈ കാത്തിരിപ്പ്, അതിനെക്കുറിച്ച് രാവിലെ നമ്മൾ വാർത്ത ചെയ്താണ്. നിരവധി പ്രേക്ഷകർ നമ്മുടെ ഓഫീസിലേക്ക് വിളിക്കുകയും സോഷ്യൽ മീഡിയ കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്താണ്. ഈ കാത്തിരിപ്പിന് ഒരു അവസാനമുണ്ടാകും, പ്രിയപ്പെട്ട സുഹൃത്തിനെ കാണാൻ കഴിയും, ആ സഹായിച്ച ആളെ കാണാൻ കഴിയുമെന്ന്. ശ്രീ കണ്ണൻ, താങ്കൾക്ക് പറയാനുള്ളത് എന്താണ്? അദ്ദേഹത്തിന് കേൾക്കാൻ കഴിയുന്നില്ല എന്ന് തോന്നുന്നു. ശ്രീ കൃഷ്ണപ്രസാദ്, ഇങ്ങനെ ഒരു അത്യപൂർവമായ സമാഗമം അത് വേഗത്തിൽ സാധ്യമാകും എന്നങ്ങ് കരുതിയിരുന്നോ? ഇല്ല, ഞാൻ വിചാരിച്ചു എന്തായാലും മനസ്സിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം എന്തെങ്കിലും നമുക്ക് കാണാൻ പറ്റും. ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, ഒരുപാട് പേരോട് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു പ്രതിഫലം എന്നാണോ അത് ഇത്രയും പെട്ടെന്നാവുന്നു എന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. പക്ഷേ രാവിലെ തന്നെ നിങ്ങളുടെ ചാനലിൽ നിന്ന് നയൻതാര മാഡം വിളിച്ച് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു നമ്പർ തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിൽ ഭയങ്കര സന്തോഷം തോന്നി. ശ്രീ കണ്ണൻ, അങ്ങേക്ക് ഇപ്പോൾ കേൾക്കാൻ കഴിയുന്നു തോന്നുന്നു. ഇദ്ദേഹം പറയുന്നത് ഈ താങ്കൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിനെ കുറിച്ച്, നന്ദിയോടുകൂടി ഇത്രയും വർഷം കടന്നുപോയതിനെ കുറിച്ചൊക്കെ പറയുന്നത് എല്ലാവരും കേട്ടതാണ്. താങ്കൾക്ക് പറയാനുള്ളത് എന്താണ്? താങ്കൾ ഈ സംഭവത്തെ കുറിച്ച് ഓർത്തെടുക്കുന്നത് എങ്ങനെയാണ്? അല്ല, ഞാനും കുറേ ദിവസം കൊണ്ട് ഇത് കാണാൻ വേണ്ടി നടക്കുകയായിരുന്നു. അഡ്രസ്സോ നമ്പറോ ഒന്നും എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കാരണം എനിക്ക് കാണാൻ പറ്റിയില്ല. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അത് ഈ സന്തോഷം മാതൃഭൂമിയുടെ അടുത്ത് ഒരുപാട് നന്ദി പറയണം. ഇത്രയും കൊല്ലത്തിന് ശേഷം ഒരാളിനെ തപ്പിയെടുത്ത് തന്നതിന്. ഈ അന്ന് അങ്ങോട്ട് പോയി ഒരുമിച്ചുണ്ടായിരുന്ന സമയത്തെ കാര്യങ്ങൾ ഓർക്കുന്നുണ്ടോ? ഇപ്പോൾ നന്നായി ഓർക്കുന്നുണ്ടോ ഒരുമിച്ചുണ്ടായിരുന്ന സമയത്തെ കാര്യങ്ങൾ? അന്ന് ചെയ്തൊരു വലിയ ഒരാളുടെ ജീവിതത്തിൽ വഴിത്തിരിവാകുന്ന സഹായമാകും എന്നൊക്കെ ഓർക്കുന്നുണ്ടായിരുന്നോ? പ്രതീക്ഷിച്ചിരുന്നോ അങ്ങനെ? ഇല്ല ഇല്ല ഇല്ല, അങ്ങനെ യാതൊരു പ്രതീക്ഷയും ഇല്ലായിരുന്നു. എന്നാൽ കഴിയുന്ന ഒരു സഹായം ഞാൻ ചെയ്തു കൊടുത്തു, അത്രമാത്രം. എപ്പോഴായിരിക്കും ഇനി തിരുവനന്തപുരത്തേക്ക് വരിക? അല്ല, കോഴിക്കോടേക്ക് വരിക, കോഴിക്കോടേക്ക് പോവുക എപ്പോഴായിരിക്കും? അടുത്ത മാസം തന്നെ, 2 ആഴ്ചക്കകത്ത് എന്തായാലും എത്തും. കോഴിക്കോട് തന്നെ എത്തും 2 ആഴ്ചക്കകത്ത്. ഏതായാലും വലിയ സന്തോഷകരമായൊരു നിമിഷത്തിലൂടെ കടന്നു പോവുകയാണ്. നയൻതാര, ഈ വാർത്ത ചെയ്യുമ്പോൾ ഇങ്ങനെ വേഗത്തിലൊരു ഫലപ്രാപ്തി ഉണ്ടാകും, ഈ വാർത്തയ്ക്കൊരു ഫലം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ? ഹലോ രതീഷ്, അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഇന്നലെ രാത്രിയൊക്കെ കൃഷ്ണപ്രസാദേട്ടനെ വിളിച്ചു, ചേട്ടാ ഇന്ന് രാവിലെ വാർത്ത പോവും. പക്ഷേ ഞാൻ അപ്പോഴും വിചാരിക്കുന്നില്ല ഇത്ര പെട്ടെന്ന് തന്നെ ഒരു ഇമ്പാക്റ്റ് വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷേ എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു, എന്തായാലും സമയമെടുത്തായാലും ഈ സുഹൃത്തിനെ കണ്ടുപിടിക്കാൻ സാധിക്കും എന്നുള്ളത്. എന്തായാലും വാർത്തയ്ക്ക് പിന്നാലെ തന്നെ ഉടനെ തന്നെ കണ്ണൻ ചേട്ടനെ കണ്ടുപിടിക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷം തോന്നുകയാണ്. ഇനി ഉടനെ തന്നെ കണ്ണൻ ചേട്ടൻ ഇങ്ങോട്ട് കോഴിക്കോടേക്ക് വരുമെന്നാണ് പറയുന്നത്. പക്ഷേ കൃഷ്ണപ്രസാദേട്ടന് അങ്ങോട്ട് പോയി കാണണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, അതുകൊണ്ട് കോഴിക്കോടേക്ക് വരുമെന്ന് പറയുന്നു. ആ കൂടിക്കാഴ്ചയിൽ നമ്മളെ ക്ഷണിച്ചിട്ടുണ്ട്, നമ്മളെല്ലാവരും പ്രതിനിധീകരിച്ചുകൊണ്ട് ഞാൻ എന്തായാലും ആ കൂടിക്കാഴ്ചയിൽ ഉണ്ടാവും. രതീഷ്, ശ്രീ കണ്ണൻ, ഈ അദ്ദേഹത്തിന്റെ വീട്ടുകാരും സുഹൃത്തുക്കളും ഒക്കെ ഏറെക്കാലമായി കാത്തിരിക്കുകയാണ്. അന്ന് നിർണായകമായ ഒരു ഘട്ടത്തിൽ സഹായിച്ചയാളെ, ജീവിതത്തിലൊരു പ്രധാനപ്പെട്ട സഹായം ചെയ്തയാളെ ഒന്ന് കാണാൻ വേണ്ടി താങ്കൾ കോഴിക്കോടേക്ക് പോകുന്നത് തന്നെ അവിടെ സ്വാഭാവികമായും പ്രാദേശികമായ ഒരു വലിയ സംഭവമായി മാറാനുള്ള സാധ്യതയുമുണ്ട്. അന്നത്തെ ഒരുമിച്ചുള്ള സമയത്തെ കാര്യങ്ങൾ ഏത് തരത്തിലാണ്? അന്ന് ഒപ്പം ജോലി ചെയ്ത ആളുകളൊക്കെ ഇപ്പോൾ എവിടെയാണ്? അതേക്കുറിച്ച് കൂടി ഒന്ന് പറയാമോ? ആ കാലത്തെക്കുറിച്ച് കൂടി ഒന്ന് പറയാമോ? ആ കാലത്ത് ഒരുപാട് പേരുണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടുന്ന് അവിടുത്തെ കുറെ വീട് കെട്ടിക്കൊടുക്കേണ്ടി പോയത്. ഞാൻ കേരള കൺസ്ട്രക്ഷൻ കോർപ്പറേഷനിലെ ഒരു എംപ്ലോയിയാണ്. ഞങ്ങൾ അവിടെ ഒരു കോൺട്രാക്ട് എടുത്തിട്ട് അങ്ങനെ അവിടെ പോയി സഹായിക്കാൻ വേണ്ടി പോയതാണ്. അന്നേരം പുള്ളിക്കാരൻ അവിടെ ഉണ്ടായിരുന്നു, മെക്കാനിക്കായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു സൈറ്റിലെ സാറിൻ്റെ കൂടെ ഡ്രൈവറായിരുന്നു. അപ്പോൾ അന്ന് അവിടെ ഉണ്ടായിരുന്നതിൽ പലരും ഇല്ല. ഇപ്പോഴ് കുറച്ച് പേരൊക്കെ ഉണ്ട്, അവരൊക്കെ തിരക്കുന്നുമുണ്ട്. ഏതായാലും പഴയ അന്ന് ഉണ്ടായിരുന്ന ആളുകൾ അവരെ കൂടി കൂട്ടിയോജിപ്പിക്കാൻ കഴിഞ്ഞാൽ ഇത് അപൂർവമായൊരു കൂടിക്കാഴ്ചയായി മാറാനുള്ള സാധ്യതയുണ്ട്. പഴയ കാലത്തേക്കൊന്ന് മടങ്ങിപ്പോകാം. ഈ 40 വർഷത്തിന് ശേഷം ഈ സ്നേഹബന്ധം ഒക്കെ ഇങ്ങനെ തുടരാൻ കഴിയുന്നു, അത് വളരെ പ്രധാനമല്ലേ? അപ്രതീക്ഷിതമായി പോയല്ലേ ഇങ്ങനൊരു വാർത്ത? അതെ
തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഞാൻ എന്തായാലും അന്ന് ഉണ്ടായിരുന്നല്ലോ എൻ്റെ കയ്യിലുള്ള കോൺടാക്റ്റുകാർക്ക് ഞാൻ ഈ നമ്പർ അയച്ചു കൊടുത്തിട്ട് ബന്ധപ്പെടാൻ പറയാം. തീർച്ചയായിട്ടും. ശ്രീ കൃഷ്ണപ്രസാദ്, താങ്കൾക്ക് പഴയ അന്ന് ഒപ്പം ജോലി ചെയ്ത പ്രവർത്തിച്ച ആരെങ്കിലും ഇപ്പോഴും ഓർമ്മയുണ്ടോ? അവരുമായിട്ടൊക്കെ ഈ വാർത്ത വന്നതിന് ശേഷം സംസാരിക്കാൻ കഴിഞ്ഞോ? ആരെങ്കിലും ഈ വാർത്ത കണ്ട് വിളിക്കുകയൊക്കെ ചെയ്തിരുന്നോ? ഇല്ല, വാർത്ത കണ്ടതിന് ശേഷം ഒരുപാട് പേര് എന്നെ വിളിച്ചു. പക്ഷേ നമ്മുടെ ജോലി ചെയ്ത സ്ഥലത്തുള്ള ആരും വിളിച്ചിട്ടില്ല. അല്ലാതെ തന്നെ വയനാട്ടിൽ നിന്നും പിന്നെ ഒരുപാട് സ്ഥലത്ത് നിന്ന് നമ്മളെ ഈ വാർത്ത കണ്ടിട്ട് വിളിച്ചിരുന്നു. എല്ലാവരും പ്രാർത്ഥിക്കുന്നു, കാരണം വേഗം കാണട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ അതിൽ ഈ വാർത്ത വന്ന ശേഷം ഇങ്ങനെ കണ്ടിട്ടുണ്ടെന്ന് വാർത്ത വന്ന ശേഷം കുറേ പേരൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞു. അവരൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ്. പ്രത്യേകിച്ച് വീട്ടിൽ ചുറ്റുഭാഗത്തുള്ളവരൊക്കെ ഇദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് എന്തായാലും പറയണം, വരുന്ന ദിവസം എന്തായാലും അറിയിക്കണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ എല്ലാവരെയും വിളിക്കുന്നതാണ്. കാരണം വെച്ചാൽ ഇത് എന്താ പറയുക, ഞാൻ 40 വർഷമായിട്ട് എനിക്ക് കിട്ടാത്തൊരു സംഗതി ആണ്. ഒരു ലോട്ടറി അടിച്ചതിലേക്കാട്ടും കൂടുതൽ ഒരു ഭാഗ്യവാനായിട്ട് ഞാനിപ്പോൾ കാണുന്ന ഈ ഒരു സന്ദർഭത്തെ. മാത്രമല്ല, നമ്മുടെ എന്താ പറയുക, മനസ്സിൽ നിന്ന് ഒരു വലിയൊരു ഭാരം ഒഴിഞ്ഞു പോയിട്ടുള്ളൊരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അതിലാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. അത് പ്രത്യേകിച്ച് ഞാൻ മാതൃഭൂമി ചാനലിനോടും സോഡു എന്നുള്ള ആളോടും ഞാൻ കടപ്പെട്ടവരാണ്, ദൈവത്തിനോടും. അതേ ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും ഒരുപാട് നന്ദി എല്ലാവരോടും. അത്രേ ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. സന്തോഷത്തിലെ ഞാൻ എന്തായാലും ഇദ്ദേഹത്തെ കണ്ടേ. എന്തുകൊണ്ടാണ് ഇതൊരു വിലമതിക്കാനാകാത്ത സഹായമായി ഇപ്പോഴും ജീവിതത്തിൽ ഇങ്ങനെ ഓർത്തു വയ്ക്കുന്നത്? ഇവിടെ കൃഷ്ണപ്രസാദേട്ടന്റെ ഭാര്യയുണ്ട്, കട്ടിക്ക് ഭാര്യയുണ്ട്. ചേച്ചിയോട് ചോദിച്ചു നോക്കാം, എങ്ങനെയാണ് ചേട്ടന്റെ ആ ഒരു ഇത്രയും നാളത്തെ ആ ഒരു വേദന എങ്ങനെയായിരുന്നു നമുക്ക് ചോദിക്കാം. ചേച്ചിയിലേക്ക് കിടക്കാം. ചേച്ചി, എങ്ങനെയാണ് ചേട്ടന്റെ ആ വിഷമം, ഇത്രയും നാളുള്ളിലുള്ള വിഷമം? അതായത് ദിവസം ഒരു ഇത് പറയാത്ത, കണ്ണൻ ചേട്ടനെ കാണണം എന്നുള്ള ആ ദിവസം പറയാത്ത ദിവസങ്ങൾ ഉണ്ടായിട്ടില്ല. കാരണം വെച്ചാൽ ഭയങ്കര വിഷമമായിരുന്നു. എന്നും ഇങ്ങനെ പറയായിരുന്നു. അതൊരു എനിക്കൊരു തീരാ വിഷമമാണ്. എങ്ങനെയെങ്കിലും നമ്മൾ പറയില്ലേ, മരിക്കുന്നതിൻ്റെ മുമ്പേ കാണാമെന്നുള്ളതുപോലെ അങ്ങനെ കാണണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായി. എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇത് പെട്ടെന്ന് സോനു മുഖേന മാതൃഭൂമി ചാനലുകാർ വരലും വന്നു. അപ്പം ഇത്രയും നമ്മൾ പറയില്ലേ, ഇന്നലെ അത് വന്നെടുത്തു, ഇന്ന് തന്നെ അത് കാണും, കണ്ണൻ ചേട്ടനായിട്ടുള്ളൊരു കോണ്ടാക്റ്റ് ഉണ്ടാവുമെന്ന് ഒരിക്കലും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അപ്പം അതിൻ്റെ ഒരു സന്തോഷത്തിലായിരുന്നു. പിന്നെ വിഷമം സഹിക്കാൻ വയ്യാതെ ഒരു കരഞ്ഞപ്പം എല്ലാവർക്കും പ്രയാസം. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ മകൾക്കും അതെ. പിന്നെ എന്തായാലും വളരെ നന്ദിയുണ്ട് എല്ലാവരോടും, മാതൃഭൂമി ചാനലിനോടും സോണിനോടൊക്കെ. ഈ പറഞ്ഞ കൊടുത്ത ദൈവത്തിനും മകൾ ഈ ചാനൽ ഞങ്ങൾ ലിങ്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഓസ്ട്രേലിയയിലുള്ള, അപ്പോൾ 5.5 മണിക്കൂർ വ്യത്യാസം ഉണ്ടല്ലോ. അപ്പോൾ അവളിത് കണ്ടു കഴിഞ്ഞപ്പോൾ പറയും, അച്ഛൻ എന്തൊരു കരച്ചില കാര്യമാണ്, ഭയങ്കര അവളും കരഞ്ഞു. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ അവളും കരഞ്ഞു. അത്രേ ഭയങ്കര പ്രയാസമായിപ്പോയി. പക്ഷെ എന്നാലും ഇത് കണ്ടു കിട്ടണം എന്നുള്ള അവൾ പറയായിരുന്നു, പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഇന്ന് രാവിലെ ഞങ്ങൾ മെസ്സേജ് അയച്ചപ്പോൾ അവൾ പറഞ്ഞു ഭയങ്കര സന്തോഷമുണ്ട്, പിന്നെ ഇനി എന്നാണ് വരണതെന്ന് വെച്ചാൽ അവർ വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഇങ്ങോട്ട് വരുന്നതാണ് പറഞ്ഞത്, കോഴിക്കോട്ടേക്ക്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വരുമ്പം മകളെയും കൂടെ ഒന്ന് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. വളരെ സന്തോഷമുണ്ട്. നയൻതാരനോടും എല്ലാവരോടും, അത് മാതൃഭൂമിക്കാരോടും ഒക്കെ വളരെ നന്ദി അറിയിക്കുക. അതെ, കണ്ണൻ ചേട്ടൻ എന്നുള്ള കഥാപാത്രത്തിന് നമ്മൾ പറയില്ല അങ്ങനെ. അപ്പം എനിക്കും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു കാണണം. അപ്പോൾ ഇന്ന് രാവിലെ സംസാരിച്ചപ്പോൾ, നമ്പർ കൊടുത്ത് സംസാരിച്ചപ്പോൾ ഞാനും സംസാരിച്ചു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് വരാം, തിരുവനന്തപുരത്തേക്ക് വരാമെന്ന് പറഞ്ഞപ്പോൾ അത് വേണ്ട, ഞാൻ കോഴിക്കോട്ടേക്ക് വരാം, കോഴിക്കോട് വരാറുണ്ട്, പക്ഷെ എന്തായാലും വന്ന് കണ്ടിട്ടേ കാര്യമുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് എത്രയും പെട്ടെന്ന് കാണട്ടെ, ഇവർ തമ്മിൽ കണ്ടുകിട്ടട്ടെ എന്നുള്ള ആ ഒരു സന്തോഷത്തിൽ, ആ പ്രതീക്ഷയിലാണ് ഞാനും ഇരിക്കുന്നത്. മകളും പറയുണ്ടായിരുന്നു അത് കാണണം. ആ ഒരു നിമിഷം വല്ലാത്തൊരു നിമിഷമല്ലേ, 38 വർഷം മുമ്പേ ഉണ്ടായിരുന്നുള്ളൊരു ആഗ്രഹമാണല്ലോ. അപ്പം അതിന് കണ്ണൻ ചേട്ടനോട് നന്ദി പറയാം. നമുക്ക് എത്രയും പെട്ടെന്ന് കാണാൻ സാധിക്കട്ടെ എന്ന് വിചാരിക്കുക. രതീഷ്, ഇവിടെ ഈ കണ്ണൻ ചേട്ടൻ കോഴിക്കോട് വരാറുണ്ടായിരുന്നു എന്ന് പറയുന്നു. ഫറോക്ക് വരെ എത്തി, അതായത് തൊട്ടടുത്ത് വരെ എത്തിയിട്ടും ഇത്രയും കാലത്തിനിടയിൽ ഇവർക്ക് കാണാൻ കഴിഞ്ഞില്ല, അടുത്തുണ്ടായിട്ട് പോലും കാണാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നത്. അതെ, ഫറോക്ക് ഇവിടുന്ന് ഒരു 11-12 കിലോമീറ്റർ ഉള്ളൂ. പക്ഷെ അവർ വരാറുണ്ട്, നമ്മൾ അറിയുന്നില്ലല്ലോ. 2 പേരെടുത്തും അഡ്രസ്സ് ഇല്ല, ബാക്കിയുള്ള ഫോൺ നമ്പർ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത് ഇത്രയും പെട്ടെന്ന് ഞാൻ വിചാരിച്ചില്ല, ഓർക്കാപ്പുറത്ത് തീരെ പ്രതീക്ഷയില്ല ഇത്ര പെട്ടെന്നാകുമെന്നുള്ളു. എന്തായാലും ഭയങ്കര സന്തോഷത്തിലാണ്. ഇനി അദ്ദേഹത്തെ കാണണം, അത്രയും ഒരു ആഗ്രഹമുള്ളൂ. വേറെ ഈ നിമിഷമൊന്നുമില്ല. കാരണം വെച്ചാൽ നമ്മളെ അന്നത്തെ ആ സഹായം എന്ന് പറഞ്ഞാൽ അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടോ, അയ്യോ എന്നെ വഞ്ചിച്ചില്ലേ എന്നുള്ള ആ ഒരു നമുക്കുണ്ട്. കാരണം നമ്മൾ മനഃപൂർവ്വം വഞ്ചിച്ചതല്ലെങ്കിലും നമ്മുടെ അടുത്ത് അബദ്ധം പറ്റിയ അഡ്രസ്സ് കളഞ്ഞു പോയി. പക്ഷെ 1.5 വർഷമായിട്ട് ഞാൻ തിരയുന്ന സംഗതി എത്രയും നിമിഷ നേരം കൊണ്ട് നമുക്ക് അത് സാധിച്ചെടുത്തല്ലോ.
അതിൽ എല്ലാവരോടും ദൈവത്തിനോടും എല്ലാവരോടും നന്ദി, ഭയങ്കര നന്ദിയും കടപ്പാടാണ്. മരണം വരെ മറക്കാത്തൊരു സംഗതിയാണ്. സന്തോഷം, വളരെ സന്തോഷം തോന്നുന്നുണ്ട്. വേറെ ഒന്നും പറയാനില്ല ഈ സമയത്ത്. ശരി, ശ്രീ കണ്ണൻ, അന്നത്തെ ആ സംഭവത്തെ എങ്ങനെയാണ് താങ്കൾ ഇപ്പോൾ ഓർക്കുന്നത്? പിന്നീട് ഇദ്ദേഹം പറഞ്ഞ പോലെ കബളിപ്പിച്ച് കടന്നുപോയോ, അങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്നോ ആ സഹായത്തിന് ശേഷം? ഇല്ല, ഒരിക്കലും ഇല്ല. ഒരിക്കലും അതെൻ്റെ ഒരു ഡ്യൂട്ടിയാണ്. ഞാൻ വിളിച്ചുകൊണ്ടുവന്ന ആൾക്കാരെ തിരിച്ച് കയറ്റി വിടുക എന്നുള്ളത് എൻ്റെ ഒരു ഡ്യൂട്ടിയാണ്. അന്ന് പുള്ളിക്കാരുടെ അടുത്ത് ഇങ്ങനെ കാശില്ലാതെ വന്നപ്പോഴത്തേക്ക് ഞാൻ കൊടുത്ത് സഹായിച്ചു, അത്ര തന്നെ. അത് ഞാൻ തിരിച്ച് കിട്ടുമെന്നുള്ള യാതൊരു പ്രതീക്ഷയിലും ഇല്ല, ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടുമില്ല. അത് എൻ്റെ ഒരു സഹായം, അത്ര തന്നെ. എങ്കിലും ഒരാൾ ഇത്രയും കാലത്തിന് ശേഷം 38 വർഷം എന്നൊക്കെ പറയുമ്പോൾ, ഇപ്പോൾ എൻ്റെ പ്രായം വരും ആ വർഷത്തിന്. അത്രയും വർഷങ്ങൾക്ക് മുമ്പുള്ള ഒന്ന് കൃത്യമായി ഓർത്തെടുത്ത് ഇങ്ങനെ ഒരാൾ കാത്തിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ ജീവിതത്തിലൊരു അപൂർവമായ സംഭവമായിരിക്കും. ഒരുപക്ഷെ ഇതിനേക്കാൾ വലിയ ഒന്ന് അങ്ങയുടെ ജീവിതത്തിൽ ഇങ്ങനെ ഓർത്തു വയ്ക്കാൻ കഴിയുന്ന തരത്തിൽ ഒരുപക്ഷെ സംഭവിച്ചിട്ട് പോലും ഉണ്ടാകില്ലായിരിക്കും, അല്ലേ? ഇല്ല, ഒരിക്കലും ഇല്ല. ഇത് വല്ലാത്തൊരു സംഭവമായി പോയി. ശരി, 38 വർഷത്തിന് ശേഷമാണ് ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട ഘട്ടത്തിൽ കൈത്താങ്ങായി മാറിയ സുഹൃത്ത്, ആ സുഹൃത്തിനെ കണ്ടെത്തിയ സന്തോഷത്തിലാണ് കോഴിക്കോട് സ്വദേശിയ കൃഷ്ണപ്രസാദ്. അന്ന് ബാക്കിയാക്കിയ കടം തീർക്കാൻ, ഒന്ന് കെട്ടിപ്പിടിക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അതേക്കുറിച്ച് ആ സുഹൃത്തിനെ കണ്ടെത്താനുള്ള തിരച്ചിൽ നടത്തുകയായിരുന്നു. അതിനിടെയാണ് മാതൃഭൂമി ന്യൂസ് ഇക്കാര്യം അറിയുകയും ആ വാർത്ത സംപ്രേഷണം ചെയ്യുകയും ചെയ്തത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇരുവരും മാതൃഭൂമി ന്യൂസിലൂടെ പരസ്പരം സംസാരിക്കുകയും ഇതാ കാണാനുള്ള അവസരം ഒരുങ്ങുകയും ചെയ്തത്. നയൻതാരയാണ് ആ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. വളരെ നന്ദി ഇരുവർക്കും ഇത്രയും നേരം കാര്യങ്ങൾ വിശദീകരിച്ചതിന്, പ്രേക്ഷകരുമായി സംസാരിച്ചതിന്.